പുതുമുഖങ്ങളെ രംഗത്തിറക്കി കോൺഗ്രസ്. ആദ്യമായി വോട്ട് പട്ടികയിൽ പേര് വന്ന KSU നേതാവിനെ വരെയാണ് കോൺഗ്രസ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരങ്ങൾക്കിറക്കിയിട്ടുള്ളത്. 2015 പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ചെയർമാനായിരുന്ന അജാസ്, വൈസ് ചെയർമാനായിരുന്ന ഗൗജ വിജയകുമാർ, ബാദുഷ, വിപിൻ, സ്മിജ, ഹരികൃഷ്ണൻ, ആതിര എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. 2015-18 കാലഘട്ടത്തിൽ വിക്ടോറിയയിൽ KSUവിന് അടിത്തറ പാകിയവർക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയ സമ്മാനമാണ് സ്ഥാനാർത്ഥിത്വമെന്ന് സ്ഥാനാർത്ഥികൾ പറഞ്ഞു. പേര് വിപിൻ എന്നാണ്. പാലക്കാട് നഗരസഭയിലെ നിലവിലെ കൗൺസിലറാണ്. വിക്ടോറിയ കോളേജ് 2015 കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെ. അതിനുശേഷം പാർട്ടി വിക്ടോറിയയിൽ ഒരു KSUക്കാരനായതുകൊണ്ട് ഒരു അവസരം തന്നു. പാലക്കാട് 2-ാം വാർഡിൽ മത്സരിച്ചു. പിന്നീട് 40-ൽ മത്സരിച്ച് ജയിച്ചു. ഇപ്പോൾ 41-ാം വാർഡ് ന്യൂറണി അഗ്രഹാരം ഉൾപ്പെടുന്ന പ്രദേശത്താണ് മത്സരിക്കുന്നത്. എൻ്റെ പേര് ബാദുഷ എന്നാണ്. ഞാൻ കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, അതായത് കല്ലേക്കാട് ഡിവിഷനിലേക്കാണ് മത്സരിക്കുന്നത്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാൻ 2022-ൽ വിക്ടോറിയ കോളേജിലെ ചെയർമാനായിരുന്നു. ചിറ്റൂർ കോളേജിൽ ഇപ്പോൾ നിലവിൽ ചിറ്റൂർ കോളേജിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MA ഫിലോസഫി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ആതിര, വക്കീലാണ്. ഒറ്റപ്പാലത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് കോട്ടായി ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. 2015 കാലഘട്ടത്താണ് വിക്ടോറിയയിൽ ഉണ്ടായിരുന്നത്. എൻ്റെ പേര് അജാസ്, ഞാൻ കൊഴമന്നം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. 2013-18 കാലയളവിൽ വിക്ടോറിയയിൽ പഠിച്ചതാണ്. ഇവിടുന്ന് ചെയർമാനായിട്ടുണ്ട്, UUC ആയിട്ടുണ്ട്. ആ പരിചയവും സമ്പത്തും കൊണ്ട് തന്നെയാണ് ഇന്നൊരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ഒരു അവസരം തന്നത്. ഗൗജ മത്സരിക്കുന്നത് മരുത് റോഡ് പഞ്ചായത്തിലെ കല്ലേപ്പള്ളി വെസ്റ്റ് എന്ന് പറയുന്ന 18-ാം നമ്പർ വാർഡിലേക്കാണ്. വിക്ടോറിയയിൽ 2015 മുതൽ 18 വരെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ അജാസ്ക ജയിച്ച് ചെയർമാനായിരുന്ന സമയത്ത് ആ യൂണിയനിലെ വൈസ് ചെയർമാനെ ജയിക്കാൻ വളരെ വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ പറയുന്ന എല്ലാവിധ പൊതുപ്രവർത്തനത്തിലേക്കുള്ള ആദ്യ ചുവട് തന്നെ വിക്ടോറിയ എന്നാണ്. ആ ഊർജ്ജം തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമായിട്ടുള്ളത്. പേര് ഹരികൃഷ്ണൻ എന്നാണ്. വീട് പെരിങ്ങോടാണ്. ഞാൻ മത്സരിക്കുന്നത് കോങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ 17-ാം വാർഡ് പാറശ്ശേരിയിൽ നിന്നിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ ഇതേപോലെ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാവരും കെട്ടിപ്പൊക്കിയൊരു KSUവിൽ യൂണിയൻ നേടിയെടുക്കുക എന്നുള്ളൊരു പ്രയത്നമായിരുന്നു എൻ്റെ. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. ഇവിടെ 2024-ൽ യൂണിറ്റ് പ്രസിഡൻ്റ്, KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി യൂണിയൻ പിടിച്ച് ആ യൂണിയനിലെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും പ്രായം 22 ആയിട്ടുള്ളൂ. എൻ്റെ പേര് സ്മിജ എന്നാണ്. ഞാനിവിടെ 2015-18 ആ ഒരു സമയത്ത് പഠിച്ചതാണ്. അപ്പോൾ നിലവിൽ കൊഴമന്നം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 18 മന്നത്തിലേക്കാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് ഇവിടെ KSU ആദ്യമായിട്ട് ഒരു സീറ്റ് പിടിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ അന്ന് KSU സംഘടനാ പ്രവർത്തനം നടത്തിയ ഒട്ടുമിക്ക ആളുകൾക്കും ഈ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്, പാർട്ടി നൽകിയിട്ടുണ്ട്. കോളേജിൽ KSUക്കാരി എന്ന അല്ലെങ്കിൽ KSUക്കാരെന്ന വലിയൊരു അഡ്രസ്സ് തന്നെയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ എത്താനുള്ള വലിയൊരു വഴിയായിട്ട് ഞങ്ങൾ കാണുന്നത്. അവസാന ദിനത്തിൽ DCCയിൽ നിന്ന് പ്രകടനമായാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇവർ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയത്. KSU ജില്ലാ പ്രസിഡന്റായ അജാസ് കുഴൽമന്നം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ് മത്സരിക്കുന്നത്. കന്നി വോട്ടറാണ് ബാദുഷ. ഗൗജ വിജയകുമാർ മരുത് റോഡ് പഞ്ചായത്തിലും, ബാദുഷ കല്ലേക്കാട് ബ്ലോക്ക് ഡിവിഷനിലും, വിപിൻ പാലക്കാട് നഗരസഭ നൂറണി ഡിവിഷനിലും, ഹരികൃഷ്ണൻ കോങ്ങാട് പഞ്ചായത്തിലും, ആതിര ഒറ്റപ്പാലം ഡിവിഷനിലുമാണ് മത്സരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.